നിലമ്പൂരിൽ വോട്ടിന് വേണ്ടി PDPയെ വെള്ളപൂശുന്ന CPM അവരുടെ രക്തസാക്ഷികളെ കൂടെയാണ് വഞ്ചിക്കുന്നതെന്ന് BJP. UDF ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് നാടിന് തന്നെ അപകടമാണെന്നും വർഗീയത അല്ല വികസനമാണ് നിലമ്പൂരിൽ ചർച്ച ആവേണ്ടതെന്നും BJP നേതാക്കളായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, വിപിൻ സി ബാബു, ഗോകുൽ ഗോപിനാഥ് എന്നിവ ജനം TVയോട് പറഞ്ഞു. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടം തുടരുമ്പോൾ ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഭാഗങ്ങളിൽ BJPയുടെ 3 യുവ നേതാക്കൾ ആക്റ്റീവായി തന്നെ എല്ലാ വീടുകളും മറ്റുമൊക്കെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരാണ് ഇന്ന് നമ്മളൊപ്പം ചേരുന്നത്. ഒന്ന് ഷോൺ ജോർജ്, മറ്റൊന്ന് വിപിൻ സി ബാബു, അതുപോലെ തന്നെ ഗോകുൽ ഗോപിനാഥ്. എങ്ങനെയാണ് നിലമ്പൂരിലൊരു പോരാട്ടം? ഈ നിങ്ങൾ 3 പേരെയും നമ്മൾ തുടക്കം മുതൽ തന്നെ ആക്റ്റീവായിട്ട് എല്ലാ വീടുകൾ കയറി ഇറങ്ങുന്നു, എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകി കാണുന്നുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള നിങ്ങളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? പാർട്ടി ഏൽപ്പിച്ച ചുമതല നിർവഹിക്കുക ഒരു പാർട്ടി പ്രവർത്തന കടമയാണ്. ഞങ്ങളത് ചുമതല നിർവഹിക്കുന്നു. നിലമ്പൂരിൽ ഞങ്ങൾ പറയുന്നൊരു രാഷ്ട്രീയമുണ്ട്. അത് നാളെ കേരളത്തിൻ്റെ മലയോര ജനതയുടെ രാഷ്ട്രീയമായി മാറും. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ട് കിടക്കുന്ന എന്നാൽ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഭൂരിപക്ഷമുണ്ട് ഇവിടെ. ആ ഭൂരിപക്ഷത്തിൻ്റെ രാഷ്ട്രീയം, ന്യൂനപക്ഷത്തിൻ്റെ രാഷ്ട്രീയമല്ല, ആ ഭൂരിപക്ഷത്തിൻ്റെ മലയോര കർഷക ജനതയുടെ രാഷ്ട്രീയമാണ് BJPയുടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം ഇവിടെ രാജ്യവിരുദ്ധ വർഗീയ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം കൂടിയാണ് BJP നിലമ്പൂരിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. അതിൻ്റെ വലിയ പ്രതിഫലനം, ജനങ്ങൾക്കിടയിൽ വലിയ വികാരം അതുണ്ട്. അത് വോട്ടിൽ പ്രതിഫലിച്ചാൽ വലിയ മുന്നേറ്റം BJP ഉണ്ടാവും. BJPക്ക് മിന്നുന്ന വിജയം കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. BJP ജനകീയ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ചർച്ചയാക്കാൻ നോക്കുമ്പോഴും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ UDFൻ്റെ ഭാഗത്തു നിന്നൊക്കെ പ്രധാനമായിട്ട് അവർ ചർച്ചയാക്കുന്ന ഒന്ന് മലപ്പുറത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഉള്ള വിവാദങ്ങൾ, ആ വിവാദങ്ങൾ ചർച്ചയാക്കുന്നു. മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമിയെ ഒരു ഭാഗത്ത് UDF കൂട്ടുപിടിക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഈ PDPയെ ഇടതുപക്ഷവും കൂട്ടുപിടിക്കുന്നു. ഈ 2 സംഘടനകളെയും വെളുപ്പിക്കുന്നു. നമുക്കറിയാം കൃത്യമായൊരു മത തീവ്രവാദ സംഘടനകളാണ് ഇത് രണ്ടും എന്നിരിക്കെ രണ്ടിനെയും വെളുപ്പിക്കുന്ന ഒരു നിലപാടുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതാണ് ചർച്ചയാക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും ചർച്ചയാകണമല്ലോ. നമുക്കിപ്പോൾ മതസംഘടനകൾ അത് എത്ര ഇസ്ലാമികമാണെങ്കിലും ക്രൈസ്തവമാണെങ്കിലും ഹിന്ദു, അതൊന്നും തെറ്റല്ല. അതൊരു തെറ്റല്ല. എല്ലാ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളാണ്. കാരണം മതവും വിശ്വാസങ്ങളൊക്കെ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. പക്ഷേ രാജ്യവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുക അത് ഒരു കാരണവശാലും അംഗീകരിച്ച് മുമ്പോട്ട് പോകില്ല. അതിലൊരു വിട്ടുവീഴ്ചയും BJPക്കില്ല. എൻ്റെ പേരിൽ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഇതിനെ വളരെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. ഈ രാജ്യം എന്നുള്ള കൺസെപ്റ്റിൽ നിന്നും രാജ്യസ്നേഹം എന്നുള്ള ചിന്തയിൽ നിന്നും ഒരടി പുറകോട്ട് പോകാൻ ഞങ്ങൾ ആരും ഉദ്ദേശിക്കുന്നില്ല. ഒരു തലമുറയെ കൂടെ നശിപ്പിക്കുകയാണ്. ഒരു കാലത്ത് ഇവരൊക്കെ ഇന്ന് പാലുകുട്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഈ വ്യക്തികളെ നാളെ ഇവരുടെ കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തും. കാലം സാക്ഷിയാണ്, എഴുതി വെച്ചോ. ഇവർക്ക് അതിൻ്റെ കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തുന്ന കാലഘട്ടം ഉണ്ടാകും. പക്ഷേ അവരിപ്പോൾ അതിനെ പാലൂട്ടി വളർത്തുകയാണ്. ഏതെങ്കിലും ഒരു വോട്ടിന് വേണ്ടി, ഭരണം ലഭിക്കാനായിട്ട്, ഒരു ഉപതെരഞ്ഞെടുപ്പിന് 4-3-7 വോട്ടിന് വേണ്ടി അവർ ചെയ്യുന്ന ഈ ക്രൂരത, ഈ നാടിനോടും ഈ രാജ്യത്തോടും ചെയ്യുന്ന ക്രൂരത, ഇത് ജനങ്ങൾ പൊറുക്കില്ല. അത് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ആവശ്യമാണ്. കാരണം ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. ഒരു സംഘടനയുടെ വോട്ട് പോയി. ഈ സംഘടനകളേതൊക്കെ, ഇവരുടെ ചരിത്രം എന്താണ്, ഇവരുടെ രാജ്യസ്നേഹം എന്താണ്, ഇവരുടെ സിദ്ധാന്തം എന്താണ്, അത് വർഗീയ രാഷ്ട്രം എന്ന സിദ്ധാന്തത്തിൽ മുമ്പോട്ട് പോകുന്ന സംഘടനകളാണത്. അവരെ എന്തിൻ്റെ പേരിലാണ് ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത്? അതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കത്തോലിക്ക കോൺഗ്രസ് ഒക്കെ അതിൽ വലിയ ആശങ്കയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് അല്ല, എല്ലാവർക്കും ആശങ്കയുണ്ട്. ഇവിടെ നല്ലവരായ ഇസ്ലാം സഹോദരങ്ങൾക്ക് ആശങ്കയുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരെ പോലെയുള്ള ഈ മതമൗലികവാദികൾ അല്ലെങ്കിൽ ഈ തീവ്രവാദ സംഘടനകൾ ഭരണം ഏറ്റെടുത്ത രാജ്യങ്ങളൊന്നും നോക്കി, അവിടെ നമ്മളാരും അല്ല പീഡനം അനുഭവിക്കുന്നത്, മുസ്ലിം സഹോദരങ്ങളാണ്. ഇസ്ലാം സഹോദരങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇവരാണ്. അതവർ തിരിച്ചറിയുന്നൊരു കാലഘട്ടമാണ് BJP മുമ്പോട്ട് നിൽക്കുന്നത്. അത് പറയുമ്പോഴാണ് ഈ PDP ആയിട്ടൊക്കെ വലിയ കൂട്ടുകെട്ട്, PDP വർഗീയ പാർട്ടി അല്ല എന്നാണ് MP ഗോവിന്ദൻ ആവർത്തിച്ച് നിലമ്പൂരിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. PDP വർഗീയ പാർട്ടിയാണെന്ന് ആദ്യം പറഞ്ഞത് ഇടതുപക്ഷക്കാരാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഗോകുലിൻ്റെ നാട് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് സെയ്താലിയെ അല്ലേ, സക്കീറിനെ കൊന്നതാരാ? PDP അല്ലേ? CPMൻ്റെ നേതാവല്ലായിരുന്നു. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, സ്വരാജ് PDPക്കെതിരെ ഒരു കാലഘട്ടത്ത് വാദോരാതെ SFI സംസ്ഥാന സെക്രട്ടറി ആയത് സംസാരിച്ചിട്ടുള്ള ആളാണ്. ഇന്നെന്താ പറയുന്നത്? PDP എന്ത് പാർട്ടിയാണെന്ന്? പാവപ്പെട്ടവൻ്റെ പാർട്ടിയാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പാർട്ടിയാണെന്നാണ്, പീഡിതൻ്റെ പാർട്ടിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനകത്താണ് ഏറ്റവും വലിയ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഇവിടെ CPM സ്വീകരിച്ചിട്ടുള്ളത്. അത് കബളിപ്പിക്കലാണ്. ഈ സ്വരാജ് വലിയ ബുദ്ധിജീവിയാണെന്നൊക്കെയാണ് ഇവിടെ മണ്ഡലത്തിൽ ഇടതുപക്ഷം വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്.
ശബരിമലയിൽ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അതിനെയൊക്കെ ഒന്ന് വെള്ളപൂശുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? സ്വരാജ് ബുദ്ധിജീവിയാണ്, നല്ല വായനയുള്ള ആളാണ്, നല്ലപോലെ സംസാരിക്കും, പണ്ഡിതനാണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ നല്ലൊരു ജനപ്രതിനിധി അല്ല എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതല്ലേ. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു. അതിനു മുമ്പ് തൃപ്പൂണിത്തുറയിലെ MLA ആയിരുന്നു. ഒരു ഇതേപോലെ വലിയ ഹൈപ്പായിട്ട് കൊണ്ടുവന്ന് അവതരിപ്പിച്ചു. യുവതയുടെ പ്രതീകം എന്ന് പറഞ്ഞ് സ്വരാജിനെ അവതരിപ്പിക്കുന്നു. അഴിമതിക്കെതിരെ പോരാടാൻ സ്വരാജിനെ പറ്റുകയുള്ളൂ. അതിനുവേണ്ടിയാണ് അന്ന് ഈ ബുദ്ധിജീവിയാണെന്ന് പറഞ്ഞാണ് തൃപ്പൂണിത്തുറയെ അവതരിപ്പിച്ചത്. അന്ന് ജയിച്ചു. രണ്ടാമത് എന്തുകൊണ്ട് സ്വരാജ് തോറ്റു? അതല്ലേ നമ്മുടെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത്. ഒരു നല്ല ജനപ്രതിനിധിയാകുവാൻ ഒരിക്കലും സാധിക്കാത്ത ഒരു വ്യക്തിയാണ് സ്വരാജ്. അതുകൊണ്ടാണ് സ്വരാജ് രണ്ടാമത് തൃപ്പൂണിത്തുറ തോറ്റൽ. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് മത്സരിച്ച് തോറ്റത്, വീണ്ടും ഇവിടെ കൊണ്ട് മത്സരിപ്പിക്കുന്നു. അത് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. ഈ പെഹൽഗാം ഉൾപ്പെടെ സ്വരാജ് സ്വീകരിച്ച നിലപാട് അതൊക്കെ നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. കൃത്യമായി ജനങ്ങൾക്കിടയിൽ ഇതെല്ലാം വലിയ ചർച്ചയാണ്. കഴിഞ്ഞ 7 ദിവസക്കാലങ്ങളായി ഞങ്ങളിവിടെ എല്ലാം പ്രദേശത്തും പ്രചരണത്തിന് പോകുന്നു. സ്വരാജ് എന്ന കപടമായ ബുദ്ധിജീവി അല്ലേ, കപടമായ ബുദ്ധിജീവി ഒരു സമയത്ത് ഒരു വർത്താനം പറയുന്നു, മറ്റൊരു സമയത്ത് മറ്റൊരു രൂപത്തിൽ ജനങ്ങളുടെ വർത്താനം പറയുന്നു. മനുഷ്യന് ബുദ്ധി കൂടിയാലും അദ്ദേഹം പറഞ്ഞു വിട്ട് പ്രശ്നമാണ്. അന്നേരം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആ രൂപത്തിലാണ്. ജനങ്ങൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞു സ്വരാജ് ഈ നാട്ടിലെ ജനപ്രതിനിധി ആവില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷത്തോടുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അൻവറിനെ എങ്ങനെയാണ് കാണുന്നത്? അൻവർ ഒരു വെല്ലുവിളിയായിട്ടാണോ നിലമ്പൂരിൽ ഇപ്പോൾ? അൻവർ അങ്ങനെ ഒരു വെല്ലുവിളിയാവാനാ? പിണറായി വിജയൻ്റെ കിച്ചൺ ക്യാബിനറ്റിലുണ്ടായിരുന്ന അംഗമായിരുന്നു അദ്ദേഹം. എങ്ങനെയാണ് പുറത്തേക്ക് വന്നത്? ആ കിച്ചൺ ക്യാബിനറ്റിലുണ്ടായ തർക്കമാണ്. എന്തിനു വേണ്ടിയുള്ള തർക്കമാണ്? വിഹിതം വെപ്പിന് വേണ്ടിയുള്ള തർക്കമാണ്. ആ കിച്ചൺ ക്യാബിനറ്റല്ലേ ഈ രാജ്യത്തെ, ഈ നാട്ടിലെ എല്ലാ രൂപത്തിലുമുള്ള അഴിമതിക്ക് ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. അഴിമതിപ്പണം വീതം വെക്കുന്നതിലുള്ള തർക്കമാണ് അൻവർ ഈ രാജ്യത്തിലേക്ക് എത്തിച്ചത്. ഈ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രചാരണം നമ്മൾ നോക്കുമ്പോഴും കൂടുതലും ഈ മതന്യൂനപക്ഷങ്ങൾ, മുസ്ലിം വിഭാഗത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ പ്രീണിപ്പിക്കാനും മറ്റുമൊക്കെ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നു. പക്ഷേ ഇവിടുത്തെ കാതലായ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. കാതലായ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇടത് വലത് മുന്നണികൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. അവരുടെ താല്പര്യം എന്താണ്? ഇപ്പോൾ ഇവിടെ ഷോണേട്ടനും വിപിൻ ചേട്ടനും സൂചിപ്പിച്ച പോലെ ഈ ജമാഅത്തെ ഇസ്ലാമിയും PDPയും പ്രീണിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മത ന്യൂനപക്ഷങ്ങളിലെ തീവ്ര സ്വഭാവമുള്ള സംഘടനകളെയും നേതാക്കന്മാരെയും അവരെ സൗകര്യത്തിന് പ്രീണിപ്പിക്കുക. ഈ പ്രീണിപ്പിക്കുന്ന ആരാ? ഇപ്പോൾ വിപിൻ ചേട്ടൻ സൂചിപ്പിച്ചു. ഞാൻ തിരുവനന്തപുരം ലോ കോളേജിൽ പഠിച്ച ആളാണ്. തിരുവനന്തപുരം ലോ കോളേജിൽ എല്ലാ ജനുവരി 16-ാം തീയതിയും ഒരു അനുസ്മരണം നടക്കും. ആ അനുസ്മരണത്തിന് കാരണം ലോ കോളേജിലെ ചെയർമാനായിരുന്ന SFIയുടെ ചെയർമാനായിരുന്ന MA സക്കീർ. ആ സക്കീറിനെ ആ ലോ കോളേജിൽ ചെയർമാനായി വിജയിച്ച ദിവസം രാത്രി പെരുമാതുറയിലെ, പെരുമാതുറ അറിയാലോ, ഒരു കമ്മ്യൂണലായിട്ടുള്ള ആൾക്കാർ, ഈ PDPക്കൊക്കെ സ്വാധീനമുള്ളൊരു മേഖലയാണ്. അയാളെ വീട്ടിനകത്ത് ഒരു ഓലപ്പരയാണ്, അത് ചവിട്ടി തുറന്ന് അയാളെ വെട്ടി ഇയാൾ ഇറങ്ങി ഓടി. ആരാ? SFIയുടെ അന്നത്തെ ചെയർമാൻ നേതാവ്. ഇയാളെ രക്തത്തുള്ളികളുടെ അടയാളം കണ്ട് പുറകെ പോയി വെട്ടിക്കൊന്ന സംഘടനയാണ് ഈ PDP. ഈ PDPയാണ് സ്വരാജ് ഇപ്പോൾ കെട്ടിപ്പിടിക്കുന്നത് അല്ലെങ്കിൽ ഹസ്തദാനം ചെയ്യുന്നത്. ഇതാണ് സ്വരാജിന്റെ നിലപാട്. തമിഴ്നാട് പോലീസിന് പണ്ട് പിടിച്ചു കൊടുത്തതും ഇവർ തന്നെയാണ്. പണ്ട് തമിഴ്നാട് പോലീസിന് പിടിച്ചു കൊടുത്തത് ഇവർ തന്നെയാണ്. വേറെ തമാശ, ഈ എല്ലാ ജനുവരി 16-ാം തീയതി വരുമ്പോഴും ഒരു 5 വർഷം കൂടുമ്പോഴെങ്കിലും സ്വരാജ് ആ ഉദ്ഘാടനത്തിന് വരാറുണ്ട് സക്കീറിനെ കുറിച്ച് വർത്തമാനം പറയാൻ. അപ്പോൾ സ്വരാജ് SFIയുടെയും CPMന്റെ രക്തസാക്ഷികളെ ഇവിടെ PDPയുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവയ്ക്കുകയാണ്. അവർ രക്തസാക്ഷിത്വം, അവിടെ കുടുംബത്തിന്റെ കണ്ണുനീരും. അപ്പോൾ ഇതുൾപ്പെടെ ചർച്ചയാവും. അപ്പോൾ അതോടൊപ്പം സ്വരാജിന്റെ ഈ പറയുന്ന ഹമാസ് പാലസ്തീൻ നിലപാട് എന്താ ഇതിൻ്റെ വൈരുദ്ധ്യം? സ്വരാജ് പറയുന്നു ഹമാസ് അല്ലെങ്കിൽ പാലസ്തീൻ ഇസ്രായേൽ എന്ത് ചെയ്താലും അത് അവരുടെ ശരിയാണ്, അവർ പീഡിപ്പിക്കപ്പെട്ടവരാണ്. ഈ PDP പറഞ്ഞവരാണ്, പീഡിതരുടെ കൂട്ടമാണ് അവർ. പക്ഷേ സ്വരാജ് ഹമാസിനെയും പാലസ്തീനെയും പിന്തുണയ്ക്കുമ്പോൾ സ്വരാജിൻ്റെ നേതാവുണ്ട് P. രാജീവ്. സ്വരാജിന് മുമ്പ് SFI സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഇപ്പോൾ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ഭാര്യയും വ്യവസായ വകുപ്പ് മന്ത്രിയും ഇസ്രായേലിൻ്റെ ഇഷ്ടക്കാരാണ്. സ്വരാജ് ഹമാസിൻ്റെ ഇഷ്ടക്കാരായി മാറുമ്പോൾ അല്ലെങ്കിൽ പാലസ്തീൻ്റെ ഇഷ്ടക്കാരായി മാറുമ്പോൾ ഈ P. രാജീവും ഭാര്യയും വാണി കേസരി കുസാറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. വാണി കേസരിക്ക് ഹാഫിയ യൂണിവേഴ്സിറ്റി, ഇസ്രായേലിലെ ഹാഫിയ യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റിയായി, ബയോ എത്തിക് സെൻറ്ററിൻ്റെ ഫാക്കൽറ്റിയായി നിയമനം കിട്ടിയിരുന്നു ഇന്നലെ. അതിൻ്റെ കാര്യങ്ങൾ തെളിവ് നമ്മളിലുണ്ട്, അതിൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡർ നമ്മളിലുണ്ട്. അപ്പോൾ ഇത് CPMനകത്ത് തന്നെ വേട്ടക്കാരനോടും ഇരയോടും തങ്ങളുടെ സൗകര്യത്തിന് നിറം മാറുന്ന ഓന്ത് സ്വഭാവമുള്ള ഒരു നേതാവാണ് സ്വരാജും അവരുടെ നേതാക്കന്മാരും. അപ്പോൾ ഈ പ്രീണന രാഷ്ട്രീയം ഒരു സൈഡിൽ പീഡിപ്പിക്കുക, ഒരു സൈഡിൽ പീഡിതരെ
കൂടെ നിൽക്കുമെന്ന് പറയുക, മറ്റെടുത്ത് വേട്ടക്കാരൻ്റെ കയ്യാളുകളായി വേട്ടക്കാരൻ്റെ ആളുകളായി മാറുക എന്നുള്ളത് CPM-ൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. കഴിഞ്ഞ കാലം ചരിത്രം എല്ലാം ഇങ്ങനെ തന്നെയാണല്ലോ. ഈ ജനകീയ വിഷയങ്ങളിലേക്ക് വീണ്ടും വരുമ്പം ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നുള്ളത് മലയോര ജനതയുടെയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകുന്നതിനിടെയാണ് അനന്തു എന്നൊരു പയ്യൻ ഈ പന്നിക്ക് വെച്ച കെണി, ആ കെണിയിൽ നിന്നും ഷോക്കേറ്റ് മരിക്കുന്നൊരു സ്ഥിതി ഉണ്ടായത്. പക്ഷെ അതിൽ പോലും രാഷ്ട്രീയ മുതലെടുപ്പുകൾക്കായിരുന്നു ഇടത് വലത് മുന്നണികൾ ശ്രമിച്ചതല്ലേ? ആ വിഷയങ്ങളെ ഏകപക്ഷീയമായ പ്രാദേശിക വിഷയങ്ങളായി ഒതുക്കി തീർക്കാനാണ് ശ്രമിക്കുന്നത്. ശരിക്കും ഇത് കേരളത്തിൻ്റെ 420-ലധികം പഞ്ചായത്തുകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ അവർ തയ്യാറല്ല. അതുകൊണ്ട് അവസാനിച്ചു. ഇപ്പോൾ അനന്തുവിൻ്റെ വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം, അനന്തുവിൻ്റെ വിഷയത്തിൻ്റെ 2 ദിവസത്തെ ഈ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നു. ആ വിഷയം അവിടെ അവസാനിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിലേക്ക് പോകാൻ ഇവിടുത്തെ ഭരണപക്ഷമോ നിയമസഭയിൽ പ്രതിപക്ഷമോ തയ്യാറാകുന്നില്ല. ഒരു അടിയന്തര പ്രമേയം അതിനപ്പുറത്തേക്ക് ഈ വിഷയം ചർച്ചയാകുന്നില്ല. ഇവിടുന്ന് വോട്ട് മേടിച്ചുകൊണ്ട് പോകുന്ന ഇവർ കഴിഞ്ഞ ഒരു 30 വർഷക്കാലം എടുത്തു വയ്ക്കും. കഴിഞ്ഞൊരു 3 പതിറ്റാണ്ട് കാലത്തിനിടയിൽ മലയോര കർഷകർക്ക് വേണ്ടി ഇടത് വലത് മുന്നണികൾ കോൺഗ്രസും CPM-ഉം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും വേണ്ട. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റബ്ബറിന് 250 രൂപ ഉറപ്പ് തന്നുകൊണ്ട് മലയോര ജനതയുടെ മുഴുവൻ വോട്ട് മേടിച്ച സർക്കാരാണ് പിണറായിയുടെ. എവിടെ പോയി 250 രൂപ? എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇവർ കർഷകരുടെ വീട്ടിൽ കയറുന്നത്? ഇവിടുന്ന് ജനങ്ങൾ ജീവിക്കാൻ മേലാതെ ഈ കർഷക സമൂഹം ഇവിടുന്ന് കുടിയേറ്റ കർഷകർ ഇവിടെ കുടിയൊഴിഞ്ഞു പോവുകയാണ്. ഈ വന്യമൃഗശല്യവും അതുപോലെ റബ്ബറിൻ്റെ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച കാരണം ഇവരിവിടുന്ന് കുടിയിറങ്ങുകയാണ്, ഇവിടുന്ന് പലായനം ചെയ്യുകയാണ്. പുതിയ തലമുറയിൽ നിങ്ങളിവിടെ ശ്രദ്ധിച്ചു നോക്കി, ഒരു 30 വയസ്സിൽ താഴെയുള്ള തലമുറ ഇവിടെ ഇല്ല, പിള്ളേരില്ല, എല്ലാം പോയി. അപ്പോൾ അത് ഒരു പർപ്പസ്ഫുൾ വനവൽക്കരണം അത് തുടങ്ങിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ കാലത്താണ്. കോൺഗ്രസ് ജയറാം രമേശിൻ്റെ നേതൃത്വത്തിൽ പശ്ചിമഘട്ടത്തെ മുഴുവൻ വനവൽക്കരണം നടത്താൻ വേണ്ടി കോൺഗ്രസ് മേടിച്ച കാർബൺ ഫണ്ടിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് മലയോര കർഷകർ അനുഭവിക്കുന്നത്. ഇതൊക്കെ ഇവിടെ ചർച്ചയാകണം. ഈ മോഹൻ ജോർജിലൂടെ BJP ലക്ഷ്യമാക്കുന്നത് മുൻകാലങ്ങളിൽ വോട്ട് കുറവുള്ള മേഖലകൾ കൂടെയാണ്. അപ്പം വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവും. ക്രിസ്ത്യനോട്ടാന്നല്ലേ പറയുന്നത്? മലയോര കർഷകൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം ക്രിസ്ത്യാനിയാണെന്നുള്ളൊരു തെറ്റാണോ? BJPക്ക് ക്രിസ്ത്യാനികളെ പരീക്ഷിക്കാൻ പറ്റില്ല, ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ വരില്ലേ? ഞാൻ ക്രിസ്ത്യാനിയല്ലേ? അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് കുറേ കാലങ്ങളായിട്ട് BJPയെക്കുറിച്ച് ഇവർ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ചില സൂത്രവാക്യങ്ങൾ അത് മാറുന്നു എന്ന് കാണുന്നതിൻ്റെ ഒരു അസ്വസ്ഥതയാണ്. ഈ മോഹൻ ജോർജ് ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യൻ വോട്ട് ലക്ഷ്യം വെച്ചാണ്. ക്രിസ്ത്യൻ വോട്ടല്ല, ഞങ്ങൾക്ക് ക്രിസ്ത്യൻ വോട്ടും വേണം, ഹിന്ദു വോട്ടും വേണം, മുസ്ലിം വോട്ടും വേണം. ഈ രാജ്യത്തെ മുഴുവൻ പേരുടെ വോട്ട് മേടിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത്. അല്ലാതെ ഹിന്ദുവിൻ്റെ മാത്രം വോട്ടുണ്ടോ ക്രിസ്ത്യാനിയുടെ മാത്രം വോട്ടുണ്ടോ? ഈ ക്രിസ്ത്യൻ വോട്ടുകൾ ക്രിസ്ത്യൻ സമൂഹം കൂടുതലായിട്ട് BJPയിലേക്ക് അടുക്കുന്നതായിട്ട് സംസ്ഥാനത്ത് ഒട്ട് കാണാനുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൂടെയാണോ അവർ അത്തരത്തിൽ? അല്ല, ചിന്തിക്കാൻ കഴിവുള്ളവർ ഇനി BJPയുടെ ഒപ്പം നിൽക്കാൻ കഴിയുള്ളൂ. കാരണം അവർ ചരിത്രമാണ്, ഞങ്ങളാണ് ഭാവി. അതാണ് BJP. ഏതായാലും തിരഞ്ഞെടുപ്പിൽ ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നുള്ളതാണ്. വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ഞങ്ങൾ ഇവിടെ നിന്ന് ഉയർത്തുന്ന മുദ്രാവാക്യം കേരളത്തിൻ്റെ മലയോര മേഖലയെ പിടിച്ചു കുലുക്കും, ഒരു സംശയം വേണ്ട. അതുതന്നെയാണ് നിലമ്പൂരിൽ നിന്ന് BJP ഉയർത്തുന്ന ആ മുദ്രാവാക്യം. അത് കേരളത്തിൻ്റെ മലയോര മേഖലയെ തന്നെ പിടിച്ചു കുലുക്കുന്നതായിരിക്കും എന്നുള്ളതാണ് യുവ നേതാക്കൾ വ്യക്തമാക്കുന്നത്. നിലമ്പൂരിൽ ഏതായാലും BJPയുടെ തെരഞ്ഞെടുപ്പ് പോരാട്ടം 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വളരെ ആവേശത്തോടുകൂടെ തന്നെ പോരാട്ടം തുടരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, നിലമ്പൂർ.